എന്റെ അമ്മേ. ഓടനാവട്ടം എന്താണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞ സത്യമാഷേ, അവളെ അഭിനയം നിർത്തിയതൊന്നല്ല. ആരും വിളിക്കാതെ ഇപ്പൊ വീട്ടിലിരിപ്പായതാ. വിളിക്കാതിരിക്കാൻ കാരണം എന്താ? ആ വൈശാഖനെ പേടിച്ചിട്ട്. രജനി സഹകരിക്കുന്ന ട്രൂപ്പിലൊക്കെ ചെന്ന് അവ പ്രശ്നമുണ്ടാവും. എന്തിനും തയ്യാറായി നടക്കുന്ന ഒരു മുട്ടാളനാണ് ഇവളുടെ ഭർത്താവ്. ഒരു ട്രൂപ്പിൽ ക്യാമ്പ് റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുമ്പോ വൈശാഖം വന്ന് രജനിയെ പുറത്തു പോവാൻ വിളിച്ചു. രാമരാജനായിരുന്നു സംവിധായകൻ. അയാള് വിട്ടില്ല. എന്തോ രഹസ്യം പറയാൻ വരുന്നത് പോലെ രാമരാജന്റെ അടുത്ത് വന്ന് മോന്തക്കിട്ട് ഒറ്റയടിയ. പൈപ്പിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ അല്ലേ മൂക്കിന്ന് ചോര വന്നത്. ഇനിയിപ്പോ എന്നാ ചെയ്യും? അത് ഈ വയസ്സുകാലത്തെ ശരീരം തല്ലുകൊണ്ട് ചതയുണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് പറഞ്ഞയച്ചേക്ക്. അയ്യോ അയ്യോ, എന്താണ് ഇവിടെ? ഓഹോ, ബൂസ്റ്റാണെന്ന് കരുതി വാരി തിന്നാണല്ലേ? എന്താ? അയ്യോ സുമി, ഒരു കമ്പിളി. കുളിരും പനിയൊന്നും അല്ല. ബൂസ്റ്റ് ആണെന്ന് കരുതി കുപ്പിലിരുന്ന കുരുമുളകോടി എടുത്തു തിന്നു. ഒരു അബദ്ധം ആർക്കും പറ്റും അല്ലേ എന്റെ ഓമന കുട്ടം പിള്ളണ്ണ. അവളെ പറഞ്ഞയച്ചോ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവളുടെ ഭർത്താവ് പല സ്ഥലത്തും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴയാൾ ശല്യത്തിനൊന്നും പോകാറില്ല. നമ്മുടെ സമിതിയിൽ അയാൾ വരില്ലെന്ന് അവൾ ഉറപ്പും തന്നിട്ടുണ്ട്. അപ്പൊ നിർത്താൻ തന്നെ തീരുമാനിച്ചോ? പിന്നല്ലാതെ. പറഞ്ഞയച്ചാ ഇതുപോലൊരു ആർട്ടിസ്റ്റിന് വേറെ കിട്ടുവോ? ഓടനാവട്ടം വാ കഴുക. സന്തോഷേ, ഒന്നിങ്ങോട്ട് വന്നേ. ഈ അമ്മയ്ക്ക് വിളിക്കാൻ കണ്ടൊരു നേരം. തുമ്പി തുമ്പി വാവ തുമ്പത്തണ. ആ ഗ്യാസ് ഒന്ന് കണക്ട് ചെയ്തേ. നേരെ കണക്ട് ചെയ്യണേ. ചേട്ടാ, ചേട്ടാ, എന്റെ ആപ്പിൾ എന്തിയെ? ആപ്പിളോ? ഇതെന്റെ ആപ്പിളാ. അത് മനസ്സിലായി. എന്റെ മുറിയിൽ വെച്ചിരുന്ന ആപ്പിൾ എന്തിയാ ചോദിച്ചത്? ഞാനും കണ്ടില്ല. നീ അല്ലാതെ വേറെ ആരും എടുക്കത്തില്ല. എവിടെ? എന്താണ് ഒരു ബഹളം? നേരെ നോക്കി ഇവന്മാര് തമ്മിൽ കീരിയും പാമ്പുവാ. എന്റെ ആപ്പിൾ കാണുന്നില്ല. നിന്റെ ആപ്പിളോ? ഓഹോ, ഫ്രിഡ്ജിലിരുന്ന അച്ഛന്റെ ആപ്പിൾ ഇപ്പൊ മക്കളാണോ തിന്നുന്നത്? അച്ഛന്റെ ആപ്പിൾ അച്ഛൻ തന്നെ തിന്നു കാണും. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച ആപ്പിളാ. അതാ ചേട്ടൻ എടുത്തത്. സത്യമായിട്ട് ഞാൻ എടുത്തില്ല അച്ഛാ. എന്റെ രണ്ട് ആപ്പിളുള്ളപ്പോ നിന്റെ ആപ്പിൾ എനിക്ക്. പിന്നെ എവന്റെ ആപ്പിൾ എവിടാ? അതാര്? ഇപ്പോഴെനിക്ക് മനസ്സിലായി ഒറിജിനൽ ആപ്പിൾ ആരാണ് എടുത്തതെന്ന്. കാണിച്ചു തരാം. ഈ തുമ്പ തണലിൽ വാവാ.
ഓമിന് കുട്ടുമ്പിള്ള അണ്ണ, എന്റെ അണ്ണ, അണ്ണ ഇല്ലാതെ. അയ്യോ, എന്താ ഇത്? ആപ്പിളിൽ വിഷോ? ആപ്പിളിൽ വിഷമല്ല, മദ്യം. അതെ, അച്ഛൻ കുത്തിവെച്ച മദ്യം. ഇത്ര നാളിന് പറ്റിച്ചല്ലേ? ആ പിഞ്ഞാണത്തിലെ വെള്ളത്തിലെന്താ ഒരു ഉളുമ്പുനാറ്റം? ഏത് പിഞ്ഞാണത്തിലെ വെള്ളത്തിന്? ആ കുളിപ്പരയെ വെച്ചേക്കുന്ന മുട്ടം പിഞ്ഞാണത്തിലെ മോന്ത കഴിയപ്പോ ഭയങ്കര ഉളുമ്പുനാറ്റം. അതുകൊണ്ട് ഞങ്ങാ കുടിച്ചില്ല. നിങ്ങൾ എവിടുന്നാ വെള്ളം എടുത്തെന്ന് പറ, വാ കാണിച്ചു തരാം. ദേ അതീന്ന്. എന്റെ ഈശോയെ, സന്തോഷേ, സതീഷേ, ഇനി വാ മക്കളെ. കുറെ ദിവസമായി ശ്രദ്ധിക്കുന്നു. ഒരു പെണ്ണിനെ കണ്ടാൽ ആരും നോക്കിപ്പോവും. പക്ഷെ അതിനല്ല ഞാൻ തല്ലിയത്. ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്ത്. എന്നിട്ട് ആരെങ്കിലും ഒരാൾ അവളെ നോക്ക്. എന്നാലേ വീഴൂ. കേട്ടോടാ മക്കളെ? കൊള്ളാം, നല്ല തന്ത. മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം കൊള്ളാം. ഇപ്പൊ മതിയാളാം. ഇല്ല, അവള് നോക്കിയതില്ല ചേട്ടാ. ഇവളവിടെ എന്ത് ചെയ്യാ? ചെറിയാച്ചൻ ഇറങ്ങുമ്പോ താര ഒരുങ്ങിയിട്ടില്ലായിരുന്നു. അമ്പലത്തിൽ പോയിട്ട് ഇപ്പൊ എത്താന്ന് പറഞ്ഞ് പോയതല്ലേ. എന്നാൽ അമ്പലം വഴി പോട്ടെ, വഴിന്ന് കയറ്റാം. എന്താ അതാ നല്ലത്. ഇവിടെ നിന്ന് വെറുതെ സമയം കളയണ്ട. ഇന്ന് 2 കളിയുള്ളതാ. അതെ. ഇന്ന് ഡബിളാ. ചോദിച്ചു, എന്താ കാര്യം? ഇന്നത്തെ 2 നാടകം നടക്കത്തില്ല, താഴെ മുങ്ങി. ഓമനക്കുട്ടമ്പളത്താന്റെ മൂത്ത മോനുമായിട്ടുള്ള ഒളിച്ചോടി. പ്രിയപ്പെട്ട അച്ഛ, എന്റെ മിമിക്രി കേട്ട് ചിരിച്ച് ചിരിച്ച് താര എന്നെ സ്നേഹിച്ചു. ഞാൻ അങ്ങോട്ടും സ്നേഹിച്ചു. ഞങ്ങൾ പോവുകയാണ്. അച്ഛനും അമ്മയും ഞങ്ങൾ അനുഗ്രഹിക്കണം എന്ന സ്വന്തം മകൻ സതീഷ്. അമ്മ വലിച്ചെറിയില്ലേ, പൊട്ടുന്ന സാധനങ്ങൾ കാണും. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നടിയാ അവര്. കൊണ്ടുപോട്. എന്നിട്ട് പറ, നാടകക്കാരെ ഒരുത്തരെ എന്നെ കൺമുമ്പിൽ കണ്ടുപോരുതെന്ന്. എന്നാ അച്ഛന്റെ തുണിയും കൂടി എടുത്തോ. നാണോ മാനോ ഉള്ളവർക്കല്ലേ തുണി. അത് പോയില്ലേ? ചേട്ടൻ നാടകക്കാരുടെ കൂടെ പോയതിന് അച്ഛന്റെ നാടകം എങ്ങനെയാ പോകുന്നത്? ചേട്ടന്റെ നാടകം പോയി കാണും. പോയിട്ട് 3 ദിവസം കഴിഞ്ഞില്ലേ? പോണുണ്ടോ എന്റെ മുമ്പിന്ന്? അവന്റെ പേര് ഇവിടെ ശബ്ദിച്ചു പോരുത്. ഞാൻ പ്രൊഫഷണൽ നാടകരംഗത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം 15 കഴിഞ്ഞു. ഇതിനിടയിൽ എത്രയോ സുന്ദരികളായ ചെറുപ്പക്കാരികൾ എന്നെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ സ്വയം നിയന്ത്രിച്ചു നിന്നില്ലേ? നിനക്കതിനുള്ള ത്രാണിയുണ്ട്. പണ്ടേ നാടകക്കാരെ കുറിച്ച് ചീത്തപ്പേരാ. താര കാണിച്ചത് ബുദ്ധിമോശായിപ്പോയി. ഓമന ചേച്ചി എന്താ ഒരു അഭിപ്രായം പറയാതെ ഇങ്ങനെ കുന്തം വിഴുങ്ങിയത് പോലെ നിൽക്കുന്നേ? ആ, അഭിപ്രായം പറയാൻ ചേച്ചിയുടെ പല്ല് അവിടെ ആയി പോയില്ലേ? ആ, വലുതാ വന്നല്ലോ. നിന്റെ അമ്മ അടങ്ങിയോടാ? ഇല്ല, അച്ഛൻ അടുത്ത കാലത്തൊന്നും വീട്ടിലോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ, അത് മാത്രോ, ആ പെണ്ണിന്റെ തള്ളയെ ഇപ്പോഴും സൂസൻ ആന്റിയുടെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുക.